കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം ഫെബ്രുവരി 14 മോഹൻ ബഗാനെതിരെ നടക്കുകയാണല്ലോ. അതിന് മുന്നോടിയായിട്ട് കൊച്ചിയിൽ ഒരു പ്രസ് കോൺഫറൻസ് എന്ന് നടന്നിരുന്നു. വികാസ് ഷിംനം, ഡേവിഡ് കാറ്റാല, കരോലിസ് കിൻഗിസ്, അഭിക് ചാറ്റർജി എന്നിവരൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് ഇവർ സംസാരിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അഭിക് ചാറ്റർജി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നു, സത്യമായിട്ടും ഈ ക്ലബ്ബ് ഞങ്ങൾ അടച്ചു പൂട്ടുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിരുന്നു എന്നാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ സീസൺ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ക്ലബ്ബ് തന്നെ അടച്ചുപൂട്ടേണ്ട ഗതികേടിലായിരുന്നുവെന്നും നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ സീസണിലെ സ്പോൺസർഷിപ്പ് വരുമാനം സാധാരണ സീസണിൽ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നതിന്റെ 10 മുതൽ 20% വരെ മാത്രമാണെന്നാണ്. പിന്നീട് അദ്ദേഹം GCDAക്ക് നന്ദി പറയുന്നുണ്ട്. കാരണം അവരെ സാക്രിഫൈസ് ചെയ്തു. കാരണം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ കളികൾ നടക്കുന്നത്. 8.4 ലക്ഷം രൂപയായിരുന്നു കഴിഞ്ഞ സീസണുകളിൽ GCDA സ്റ്റേഡിയത്തിനു വേണ്ടി വാടകയ്ക്ക് വാങ്ങിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിൽ 2 ലക്ഷം രൂപ മാത്രമാണ് അവർ വാങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് GCDAക്ക് അഭിക് ചാറ്റർജി നന്ദി പറയുന്നത്. കരോലിസ് കിൻഗിസ് ലൂണ ക്ലബ്ബ് വിട്ടതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യം പറയുന്നു. ലൂണ ക്ലബിന്റെ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ലോണിൽ പോകാൻ തയ്യാറായി. അതുകൊണ്ട് ഞാൻ ലൂണയെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലൂണയൊക്കെ പോയതിന്റെ സാഹചര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയത്ത് വിദേശ താരങ്ങളെ ലോണിൽ അയക്കുകയോ വിൽക്കുകയൊക്കെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ള മാർഗങ്ങൾ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി ലൂണ പോയതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ താരങ്ങളെ കുറിച്ചോ സ്റ്റാർസുകളെ കുറിച്ചോ പോയിന്റുകളെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നതിൽ അർത്ഥമില്ല, ഇല്ലെങ്കിൽ അതെല്ലാം അപ്രസക്തമാണ്. ഈ ഒരു കുറച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സർവൈവൽ സമയമാണ്. അതായത് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ സമയമാണ് ഇനി കുറച്ച് മാസങ്ങൾ നമുക്കുള്ളത് എന്നാണ് കരോലിസ് കിൻഗിസ് അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കാം. വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം.